വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. INTUC കൊച്ചി റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും അവാർഡ് വിതരണവും നടത്തി. INTUC കൊച്ചി റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും തൊഴിലാളികളുടെ കുട്ടികളിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും കൊച്ചി MLA മുഹമ്മദ് ഷിയാസിന് സ്വീകരണവും സംഘടിപ്പിച്ചു. റീജിയണൽ പ്രസിഡന്റ് മുഹമ്മദ് ജറീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം INTUC ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാവും ഗാന്ധിയനുമായിരുന്ന അന്തരിച്ച NK ലത്തീഫിന്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് കൊച്ചി MLA മുഹമ്മദ് ഷിയാസിന് KK ഇബ്രാഹിംകുട്ടി സമ്മാനിച്ചു. എഴുത്തും വായനയും കലയും സംസ്കാരവും സമൂഹത്തിന് ഗുണകരമാവുന്ന രൂപത്തിൽ ജനങ്ങളിൽ എത്തിച്ച ആദർശധീരനും ഗാന്ധിയനുമായിരുന്നു NK ലത്തീഫ് എന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം നടന്ന മറുപടി പ്രസംഗത്തിൽ മുഹമ്മദ് ഷിയാസ് അനുസ്മരിച്ചു. തൊഴിലാളികളുടെ കുട്ടികളിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി സമ്മാനിച്ചു. യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി അജിത് അമീർ ബാവ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജേക്കബ്, INTUC സംസ്ഥാന കമ്മിറ്റി അംഗം KC ടോമി, INTUC ജില്ലാ ഭാരവാഹികളായ തറവായിക്കുട്ടി, TV ഷാജി, KK നദീർ, ആബിദ് റഹ്മാൻ, സുൽഫത്ത് ബഷീർ, KK താഹ, സിറാദ് ഹുസൈൻ, മിനി സാബു, അഷ്കർ സത്താർ എന്നിവർ പ്രസംഗിച്ചു. അങ്ങനെയാണ് നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇപ്പൊ അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് തന്നെ കുറച്ചായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാരെല്ലാം ഒരു മാറ്റം വരുത്തി കുട്ടികൾക്ക് ഒരു മനോവിഷമം ഇല്ലാതിരിക്കാനൊക്കെ A+ എന്ന സംവിധാനത്തിലേക്ക് കൂടി കൊണ്ടുവന്നിട്ട് ജില്ലാ സെക്രട്ടറി ശ്രീ അജിത് അമീർ ആദ്യം ചെയ്തു. അപ്പോൾ നമ്മളെ ഈ ഭാവി തലമുറ കുട്ടികളാണ് ഈ നാളെ നമ്മുടെ നാട് നയിക്കേണ്ടത്, അല്ലേ? നമ്മളെല്ലാം ഇതൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ തരുന്ന തൊഴിലാളി സംഘടന INTUC തരുന്ന ഈ നേതൃത്വമാണ് നിങ്ങൾ മറ്റുള്ളവരേക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമ്പത്ത്, അതെല്ലാം ചാരിറ്റി, അതുപോലെ തന്നെ തൊഴിലാളികളെ ഇങ്ങനെ നിങ്ങളെ മാതാപിതാക്കളെ എങ്ങനെയാണ് പഠിപ്പിച്ചത്, അതൊക്കെ കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട ആവശ്യകത നമ്മളെ ഭാഗത്തുനിന്ന് യൂണിയന്റെയും അതേപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് നമുക്കറിയാം. ഇന്ന് കാണുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് വളരെ വിഭിന്നനായ ഒരാളാണ്. ലീഡറുമായി അത്ര അടുത്ത് ബന്ധമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, അതിനേക്കാൾ ഉപരിയായി കൊച്ചിയിൽ അറിയപ്പെടുന്ന സാംസ്കാരിക മേഖലകളിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും ഒക്കെയാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ ഇടയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരാളായി സ്വാഭാവികമായും അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ അത്ര വലിയ ശോഭയോടുകൂടി നിലനിൽക്കാൻ കഴിഞ്ഞത് വരും അത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം KPCCയുടെ ഭാരവാഹിയായിരുന്നു. ദീർഘകാലം കൊച്ചിയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ആളാണ്, കൗൺസിലറായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വിലപ്പെട്ടതും. അദ്ദേഹം എഴുതിയ, അദ്ദേഹം പറഞ്ഞ, അദ്ദേഹം ചിന്തിച്ച കാര്യങ്ങൾ അതാണ് എന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മകളായി നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് സമൂഹത്തിൽ ഒരു സ്ഥായിയായ നിലനിൽപ്പുണ്ടാവുന്നത്. കുറച്ച് നിർമ്മാണ മേഖല തൊഴിലാളികൾ സംഘടനയായിട്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കാൻ തെറ്റാണ്. അങ്ങനെ ഒരു സംഘടന INTUC അഫിലിയേറ്റ് ചെയ്ത സംഘടന മാത്രമേ. INTUC എറണാകുളം ജില്ലയിൽ 200-ൽ പരം സംഘടനകളുണ്ട്. ആ 200-ൽ പരം സംഘടനകളുടെ ലീഡർഷിപ്പ് വഹിച്ചുകൊണ്ട് പോകുന്നവരാണ് ഞങ്ങളൊക്കെ. അവിടെ ഇരിക്കുന്ന KC ടോമി, തറവായിക്കുട്ടി, അതുപോലെ ഷാജി മിൽമയുടെ യൂണിയന്റെ നേതാവാണ്. മിൽമ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലെ യൂണിയന്റെ വർക്കിംഗ് പ്രസിഡന്റാണ് ഞാൻ. ആ യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ അങ്ങനെ ഒട്ടനവധി യൂണിയനുകൾ നമ്മുടെ ജില്ലയിലുണ്ട്.
അതിൻ്റെ ലീഡർഷിപ്പ് അതിനെ നയിക്കുക എന്നുള്ള ജോലിയാണ് നമ്മുടെയൊക്കെ ജോലി. അതോടൊപ്പം തന്നെ യൂണിയൻ ഇല്ലാത്ത മേഖലയിൽ യൂണിയനുകൾ സംഘടിപ്പിക്കും. എപ്പോഴും വന്നതിന് ശേഷം ജെറീസ് പറഞ്ഞതിലൂടെ ആശാ വർക്കർമാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജെറീസ് വന്നതിന് ശേഷം കുറച്ച് ആശാ വർക്കർമാർ നമ്മുടെ കൂടെ കൊണ്ടുവന്നു. ആശാ വർക്കർമാർക്ക് നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ആനുകൂല്യം എന്താണ്? സാധാരണ 500,000 രൂപയല്ല വർദ്ധിപ്പിച്ചത്, 3000 രൂപയാണ് ആശാ വർക്കർമാർക്ക് UDF ഗവൺമെന്റ് വന്ന് ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ തീരുമാനമെടുത്തു. അത് കൂടുതലാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. നമ്മളതല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ യൂണിയൻ ആവശ്യപ്പെട്ടത്, ആശാ വർക്കറുടെ യൂണിയൻ ആവശ്യപ്പെട്ടത് ആശാ വർക്കർമാരെ ഏറ്റവും താഴെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരായിട്ട് സ്ഥിരപ്പെടുത്തുക, ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണം നമ്മൾ ആവശ്യപ്പെട്ടത്. ബഹുമാനിയായ മന്ത്രി, ആശാ വർക്കർമാരുടെയൊക്കെ ചാർജുള്ള മന്ത്രി, ലേബർ മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണൻ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ആശാ വർക്കർമാരുടെ മീറ്റിംഗ് ഇവിടുന്ന് ആരും വന്നില്ല, കൊച്ചിന്നല്ലേ? അതാണ് പോലെ